ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട്, അതായത് നമ്മുടെ കിച്ചണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഐഡിയയിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറൊരു മുതൽ മുടക്കോ അല്ലെങ്കിൽ ഒരുപാട് റിസ്കി ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ക്ലൗഡ് കിച്ചനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരുവിധം ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്ലൗഡ് കിച്ചനെ പറ്റിയിട്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് അങ്ങനെയും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്തും കുറേയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. കുറേ വീട്ടമ്മമാർ ഇത് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ലക്ഷങ്ങൾ മാസം വരുമാനം കിട്ടും. അപ്പോൾ എന്താണ് ഈ ക്ലൗഡ് കിച്ചൺ, അതുപോലെ എങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്, അതുപോലെ ഇതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്, ഈ ഒരു ബിസിനസ് ഐഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ക്ലൗഡ് കിച്ചൺ എന്താണെന്ന് നോക്കാം. ക്ലൗഡ് കിച്ചൺ പറഞ്ഞാൽ നമ്മൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ നമ്മുടെ ഫുഡിൻ്റെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു ശതമാനം അവരെ ആ ആപ്പിലേക്കും പോകും. ബാക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്താണോ നമ്മുടെ ഐറ്റം എന്താണോ അത് നമുക്ക് ആ ഫുഡിൻ്റെ അത് വന്നാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ ഇത്ര ടൈം എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഞാൻ പറഞ്ഞ പോലെ സ്വിഗ്ഗിയത്തെയും ഇതിൻ്റെയൊക്കെ ആൾക്കാരുണ്ടല്ലോ, ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മളിരുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗം നമുക്കുണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് ഇത് ഫുഡ് നേരത്തെ തന്നെ കുറേ പ്രിപ്പയർ ആക്കി വെക്കണ്ട, അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ മാത്രം നമുക്ക് ചെയ്താൽ മതി. എന്താണോ ഓർഡേഴ്സ് കിട്ടുന്ന സാധനം ആ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. രണ്ടാമത് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ പറയുന്ന പോലെ ഡെലിവറി ബോയ്സ് വന്നിട്ട് അത് കളക്ട് ചെയ്ത് അതവിടെ എത്തിക്കേണ്ട ചുമതലയൊക്കെ അവരാണ്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നല്ല സുഖത്തിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോവുകയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ട് നമ്മൾ ആ ഒരു സാധനം കൊണ്ട് നമുക്ക് അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും ലാഭമാവില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനായിട്ട് വേറെ മൂലധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് ഒരുപാട് ക്യാഷ് ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഫുഡാണെന്നുണ്ടെങ്കിലും നമുക്കതിനെ കുറേ സാധനങ്ങൾ കൊടുന്ന് വെച്ച് ഇതാക്കുന്നു വേണം. നമുക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് നമുക്ക് പറ്റുന്ന പോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു ചെറിയ ഓണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് മേശ, ടേബിൾ, ഫർണിച്ചർ അങ്ങനത്തെ കുറേ ഐറ്റംസ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇതിന് അതൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കൽ മാത്രമേ ചെയ്യൂ. അപ്പം അങ്ങനെ കുറേ ഉപകരണങ്ങളും പാത്രങ്ങളും ഒരുപാട് ഐറ്റംസ് നമുക്കറിയാം. ഒരു ഹോട്ടലിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചെറുതാക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള റൂമും കാര്യങ്ങളും എല്ലാം വേണം. അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ പലർക്കും ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ചെയ്ത് നാലാൾ അറിഞ്ഞ് അത് നമ്മൾ ചെയ്ത് പക്ഷെ അത് ഫ്ലോപ്പ് ആയാൽ എന്താ ചെയ്യുക കരുതിയിട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അത് ശരിയായില്ലെങ്കിലോ, ഞാനിപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ട് അതിന് ശരിയായില്ലെങ്കിൽ വേറുള്ളവർ എന്താ കരുതുക, ഞാൻ അവരുടെ മുന്നിൽ ഇതാവൂലേ എന്നൊക്കെ കരുതിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അങ്ങനെ ആരും അറിയില്ല. നമ്മൾ ഒരു ബോർഡ് വെച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് എന്നാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കിട്ടും കേട്ടോ. നേരം പോലെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്കത് വിജയിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ആളുകളോട് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പറ്റിയ നല്ലൊരു
പിന്നെ നമുക്ക് ജീവനക്കാരെ വെക്കേണ്ട ഈ സപ്ലയേഴ്സിനെ, അതുപോലെ വൃത്തിയാക്കുന്നവരെ, കുക്ക് ചെയ്യാൻ വേറെ ആൾക്കാർ, അങ്ങനെയൊന്നും നമുക്ക് ആളെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ ഒരാൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ തന്നെ മതിയാവും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ തന്നെ മതിയാവും. നമുക്ക് ഒരാളൊക്കെ സഹായിക്കാൻ നമ്മുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെയും ചെറുതായിട്ട് തുടങ്ങാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ക്ലൗഡ് കിച്ചന്. അപ്പോൾ നമുക്ക് വേറെ വൃത്തിയാക്കാനും ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ആളെ വെക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ. നല്ല രീതിയിൽ നല്ല വൃത്തിയോടെയും അതുപോലെ തന്നെ നല്ല രുചിയിലും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മോഡേഴ്സ് കിട്ടും കേട്ടോ. അതിലൊരു സംശയവും വേണ്ട. പിന്നെ ഈ ഒരു ബിസിനസ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ അത് അത്രയും പേരിലേക്ക് പോകുന്ന ഒരു ആപ്പാണ്. അപ്പം അതിൽ നമ്മുടെ ഒരു ഫുഡിൻ്റെ കാര്യം ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കസ്റ്റമേഴ്സിന് നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്തൊന്നും വാങ്ങുന്നു പറയേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി അത്രയും കസ്റ്റമേഴ്സ് ആ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ അവർക്കിത് എന്തായാലും വാങ്ങും കാര്യങ്ങളും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വേറൊരു പരസ്യമോ കാര്യമോ ഒന്നും കൂടാതെ തന്നെ അത്രയും പേരിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ വേറെ എന്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരസ്യം ചെയ്തിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആളുകൾ അറിയണം. പക്ഷെ ഇത് നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ ഇത് ഒരുപാട് ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ സ്ഥലത്താണ് ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പേര് കൊറോണ ടൈമിലൊക്കെ ഒരുപാട് പേര് ഇത് തുടങ്ങി വിജയിച്ചവരുണ്ട്. അപ്പോൾ ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അല്ല നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് കിച്ചൺ എന്നൊക്കെ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഒരുപാട് നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് വിജയിച്ച ഒരുപാട് വീട്ടമ്മമാരുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രമിക്കാതിരുന്നത് കൊണ്ട് ഒന്നും നമുക്ക് നഷ്ടമാവാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ എന്തൊരു ബിസിനസ്സും നമ്മൾ ആദ്യം നമ്മൾ മുന്നിട്ട് ഇറങ്ങന്നെ വേണം കേട്ടോ. എന്നാലാണ് നമുക്കതിന്ന് ഒരു കാര്യം കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആകെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഐറ്റംസ് മാത്രം. അതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്നെങ്കിലും ഒന്നല്ലേ. അപ്പോൾ അങ്ങനെ അതിനുള്ള ഐറ്റംസ് മാത്രം വാങ്ങാനുള്ള ചിലവ് മാത്രമാണ് കേട്ടോ നമുക്ക് വരുന്നത്. വേറെ നമുക്ക് പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടെത്തിച്ച് കൊടുക്കാനോ വേറെ ഒന്നിനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സമാധാനത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മക്കളെയും കാര്യങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ അന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഉടായ്പകളിൽ ചെല്ലാതെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുള്ളാകുന്ന, നാട്ടുകാർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകുന്ന നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ദിവസങ്ങളോളം മണിക്കൂറുകളോളം നമ്മൾ ഇപ്പോൾ റീൽസ് കണ്ടിട്ട് ക്യാഷ് ഉണ്ടാക്കുക, എഴുതി കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മളിതിന് നമ്മുടെ സമയവും നമ്മുടെ ടൈമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു 10 20 കിട്ടുന്നതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളതിന് സമയവും കാര്യങ്ങളും നമ്മുടെ അധ്വാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വരുമാനം നമുക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.